ഹലോ, നമസ്കാരം. നമ്മളെ മോദിൻ്റെ പുതിയൊരു പോസ്റ്റ് ഒന്നാണ്. മോദി ഭരണത്തിൽ 94,000 സർക്കാർ സ്കൂളുകൾ നിർത്തലാക്കിയതായി നീതി ആയോഗ് റിപ്പോർട്ട്. പ്രതിദിനം 25 സർക്കാർ സ്കൂളുകളാണ് പൂട്ടിപ്പോകുന്നത്. അത് പോന്നിട്ടുള്ളൊരു പോസ്റ്റാണ്, വാർത്തയാണ്. ആ വാർത്തയിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ് ഇതാ. അപ്പം അതിനിവിടെ രാജ്യത്ത് ഇയാൾക്കെൻ്റെ വിദ്യാഭ്യാസമല്ല, പിന്നെ ഇപ്പോൾ ഇയാൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുമോ? പണ്ട് ഏതോ സിനിമയിൽ കലാഭവൻ മണി പറഞ്ഞാതിരി സ്കൂളിനെതിരെ സമരം വന്നപ്പോഴേ ഞാൻ 2ാം ക്ലാസ് വരെ പോയിട്ടുള്ള അതിന് പോയാൽ ഒരു കുട്ടികളും വന്നു എന്ന് പറഞ്ഞ മാതിരി ഇയാളുടെ അവസ്ഥ. പിന്നെ ഇതൊക്കെ ചെയ്യട്ടെ, ജയ് ശ്രീറാം പൊളിച്ച് റോട്ടിൽ കൂടെയൊക്കെ നടക്കട്ടെ, കലാപങ്ങൾ ഉണ്ടാക്കട്ടെ, അക്രമങ്ങൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സ്കൂൾക്കൊക്കെ പോകാതെ ഇങ്ങനെ നിൽക്കട്ടെ, എന്നാലല്ലേ നടക്കുകയുള്ളൂ. ഇനിയിപ്പം നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ രാവിലെ ഇപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ട്. എന്താണ് ഷോർട്ട് വീഡിയോ അറിയുന്നത്? ഒരു മന്ത്രി വന്നിട്ട്, BJP മന്ത്രി. അപ്പോൾ അയാൾ പറയാണ്, CJP സമരക്കാർ എറിഞ്ഞ കല്ലുകൾ, പോലീസുകാർ എറിഞ്ഞ കല്ലുകൾ എടുത്തിട്ട് ഫിംഗർ പ്രിൻ്റ് എടുത്ത് ആധാറുമായി ബന്ധിപ്പിച്ചാൽ പ്രതികളെ പിടിക്കാൻ കഴിയുമെന്ന്. ഞാൻ ആ വീഡിയോ ഇട്ടേന് അതിലൊരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കമൻറ്റുകൾ എന്താ അറിയുന്നത്? രാഷ്ട്രീയത്തിനുള്ള മറുപടിയല്ല. കമൻറ്റുകൾ നേരെ വരിക മുഹമ്മദ് നബിക്കെതിരെ, അള്ളാഹ്ക്കെതിരെ കമൻറ്റ് വരിക. ഇവരെ കമൻറ്റ് എങ്ങനെ വരിക? നേരെ മുഹമ്മദ് നബിക്കെതിരെ. 6 വയസ്സായ കുട്ടിനെ കെട്ടിയ മുഹമ്മദിനെ താങ്ങി നടക്കുന്ന അതിനോടൊക്കെ എന്ത് പറയാനാണ്? നേരെ മതത്തുമ്പൊക്കെ വരിക, രാഷ്ട്രീയം പറയില്ല. അതല്ലെങ്കിൽ തോന്നും നമ്മൾ ഇവരെ ദൈവത്തിനെ പറഞ്ഞത്. നരേന്ദ്രമോദി ദൈവിക്കൂ, നമ്മളിപ്പോഴത്തെ കാട്ടുന്നത് അതിന് നമ്മളത്തെ കാട്ടുന്നത്. നരേന്ദ്രമോദി രാഷ്ട്രീയ നേതാവല്ലേ ഇന്ത്യയിൽ? തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും കൊള്ളയും നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. വിമർശനങ്ങളുണ്ടാവും, എന്തായാലും വിഷയം വിമർശിക്കണ്ടെങ്കിൽ അയാളെ വരി വൈകുത്തുന്നോട്ടെ. അയാൾക്ക് വിമർശനം എടുക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ച് വരി വൈകുത്തുന്നോട്ടെ. രാഷ്ട്രീയ നേതാവാണ്. നിങ്ങൾ ദൈവമാക്കി കൊണ്ടിരുന്നത് ഞങ്ങളെന്താ ചെയ്യുന്നു? നിങ്ങൾ ദൈവമാക്കി കൊണ്ടിരുന്നോളി. നിങ്ങളെ ദൈവത്തെ പറയാൻ വന്നു. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ദൈവം, സംഖ്യത്തോടെ ദൈവം, സംഖ്യകൾ ക്ഷേത്രത്താക്കിയാൽ കൊള്ളടിക്കുകയാണ് ഒരുത്തോടെ ദൈവം. പിന്നെ ഞാൻ പറയേണ്ടതാരെ ഹിന്ദുക്കളുടെ ദൈവങ്ങളെയാണ്. അത് ഞാൻ പറയില്ല, അത് പറയിപ്പിക്കാൻ ഞങ്ങൾ നടക്കുന്നത്. അത് പറഞ്ഞാൽ കിയാമ 1-ാം തീയതി വരെ തീരുമില്ല. അതിൻ്റെ ഉള്ളിൽ അപാകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമോ? തീരൂല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ജനങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഹൈന്ദവ സഹോദരങ്ങളോട് മനസ്സ് വേദിപ്പിക്കുന്ന ആ നടപടിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ദൈവങ്ങളെ ചീത്തൊളിക്കുക, ദൈവങ്ങളെ പോലെയൊക്കെ വിളിക്കുക. നിങ്ങളുടെ ആവശ്യതാണ്. കാരണം നിങ്ങൾക്ക് ദൈവമല്ല. സംഖ്യകൾക്കും RSSനും ബജ്രംഗ് BJPക്കും ഒന്നും ദൈവമല്ല. അപ്പം നമ്മൾ തൊട്ട് ഈ ഹൈന്ദവ സഹോദരങ്ങളോട് ദൈവത്തെ തെറി വിളിക്കണം. അതാണ് നിങ്ങളുടെ ആവശ്യം. ഞാൻ വിളിക്കൂല കേട്ടോ. അത് നിങ്ങൾ കാത്തിക്കും വേണ്ട. എന്നിട്ട് ഓരോ നിങ്ങളപ്പം കിട്ടണം. അതല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ വരെ ദൈവത്തിൻ്റെ ക്ഷേത്രത്തിലൂടെ നിങ്ങൾ പണം കൊള്ളടിക്കും? എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ പറ്റും. നിങ്ങൾ ന്യായീകരിച്ചാൽ നിൽക്കല്ലേ? ഹിന്ദുക്കളെ പണം കൊള്ളടിക്കണേ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് ഇവിടെ ദൈവം ഏത് ദൈവവിശ്വാസിയാണ്? തോന്നിയതല്ലാതെ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടായാലും ശിവൻ്റെ ഫോട്ടായാലും അയ്യപ്പൻ്റെ ഫോട്ടായാലും ഒക്കെ പ്രൊഫൈലിൽ കൊടുക്കും. എന്നിട്ട് തോന്നിയതല്ലാതെ നിങ്ങളെ തൊടി കൂടെ വരലുണ്ടെങ്കിൽ വരെ ഉണ്ടോ കമൻറ്റിൽ? ഇപ്പോൾ ഒരുത്തൻ്റെ കമൻറ്റ് ഞങ്ങൾക്ക് ഒന്ന് വായിച്ചു തരാം. ആ കമൻറ്റൊന്ന് കണ്ടോളി. ഇനി ഞാനത് വായിച്ചു തരാം. ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ രേഖകളോട് കൂടിയ ഇന്ത്യൻ പൗരൻ്റെ അഡ്രസ്സ് കണ്ടെത്താം. അതാർക്കറിയത്ത്? ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആർക്കറിയത്ത്? അത് സംഖ്യകൾ അറിഞ്ഞ ആളുകൾക്ക്, ജനങ്ങൾക്ക് കണ്ടെത്താം. അത് നിലവിലെ ഇന്ത്യക്ക് വലിയ കാര്യമല്ല. താങ്കൾ 6-ാം വയസ്സിൽ പിഞ്ചു ബാലികയെ വിവാഹം ചെയ്തു ഭാര്യയാക്കിയ മുഹമ്മദിൻ്റെ പിൻഗാമിയും വിശ്വാസവുമല്ല ഇതൊന്നും. തനിക്ക് ബാധകവുമല്ല, വിശ്വാസവുമല്ല. താൻ ഹിന്ദുക്കളെ തെറി പറയുന്നു. അപ്പോൾ അവൻ്റെ കമൻറ്റ് പോയത് കേട്ടോക്കെ നിങ്ങൾ. 6-ാം വയസ്സിലുള്ള ബാലികയെ കെട്ടിയ മുഹമ്മദ് നബി ഇതെന്താ ബന്ധം? ആ വീഡിയോ ഇട്ടെന്താ ബന്ധം? ആ മന്ത്രി പറഞ്ഞിട്ടെന്താ ബന്ധം? പിന്നെ ഫിംഗർ പ്രിൻ്റിൻ്റെ ഐക്യം അങ്ങോട്ട് വരാം. ഈ ഫിംഗർ പ്രിൻ്റ് എങ്ങനെയാണ് സുഹൃത്തെ കല്ലുമ്മ കിട്ടുക? മാർബിളിൻ്റെ കല്ലാണോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ കല്ലാണോ? മിനുസല്ലേ അതിന്മേലാണ് ഫിംഗർ പ്രിൻ്റ് പതിയുക. അല്ലാതെ കല്ലിൻ്റെ ആകൃതി എങ്ങനെയെന്ന് നമുക്കറിയാം. ആ ആകൃതി മുതൽ ഫിംഗർ പ്രിൻ്റ് ഫുള്ളായിട്ട് പറയുമോ? ഒരു വര മാഞ്ഞാൽ ആ ഫിംഗർ പ്രിൻ്റ് കിട്ടൂല. പിന്നെ അത് മാത്രമല്ല, ആ കല്ലുമ്പോൾ മണിക്കൂറുകൾ മാത്രമേ നിൽക്കുകയുള്ളൂ. അതിനുള്ളിൽ പരിശോധന നടത്തണം. ഇല്ലെങ്കിൽ അതിന്മേലെ വിയർപ്പും പിന്നെ ഇതൊക്കെ മാഞ്ഞു പോകും. ഇതൊക്കെ ആർക്കും അറിയാത്ത? അതിന് പഠിക്കണം. നിങ്ങൾ പഠിക്കൂല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ 3 നേരം ഒരു 2-3 ദിവസം നല്ല ഭക്ഷണം കഴിച്ചാൽ മതി. ചാണകവും ഗോമൂത്രം ഒഴിവാക്കിയാൽ നല്ല ഭക്ഷണം കഴിച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് വെളിവ് വെള്ളിയാഴ്ച ഉണ്ടാവും.
പൊന്നാന സുഹൃത്തെ മാർബിളിൻ്റെ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ മാറ്റി മിനുസുള്ള കല്ലുകൊണ്ട് എറിയണം, എന്നാലേ ഇവർ ഫിംഗർ പ്രിൻറ്റ് പതിയുള്ളൂ. ഫിംഗർ പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രേഖ, ആ വിരലുമ്പോൾ ഒരു രേഖ പോയാൽ അത് കിട്ടൂല. അത് കല്ലുമ്പോൾ കിട്ടുമോ? എന്ത് വിട്ടിട്ടൊക്കെ പറഞ്ഞെടുക്കഴിഞ്ഞാൽ അത് പോട്ടെ, അത് നമ്മൾ വിടുക. അതേ മാറ്റ കമൻറ്റാണ് ഫുള്ള് വന്നത്. നമുക്ക് ഇങ്ങോട്ട് ക്ലാസ് പോലും ഫിംഗർ പ്രിൻറ്റ് എടുക്കാൻ കഴിയും, കിട്ടാൻ കഴിയും, ആളെ തപ്പാൻ കഴിയും. നമുക്കറിയില്ലല്ലോ ഇപ്പോൾ ഇത്. അതിനാണ് ആധാർ ഉണ്ടാക്കിയതെന്നും വിരൽ വെക്കണമെന്നും നമുക്കറിയില്ലല്ലോ. സംഖ്യകൾ പറഞ്ഞിട്ടാണല്ലോ, ഒടിവും വെള്ളിയാഴ്ച ഇല്ലാത്ത സംഖ്യകൾ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ പിന്നെ നേരെ പോളെ കിട്ടാ നിങ്ങൾ നബിൻ്റെ പേറ്റിക്ക, അല്ലെങ്കിൽ അള്ളാൻ്റെ പേറ്റിക്ക്. അതെത്താ നബിക്കും അള്ളാഹ്ക്കും തുല്യ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞാൽ, BJPക്കെതിരെ പറഞ്ഞാൽ, സംഖ്യകൾക്കെതിരെ പറഞ്ഞാൽ അപ്പം പറയും ഇവൻ രാജ്യദ്രോഹിയാണ്, ഇവൻ പാകിസ്ഥാൻ ചാരനാണ്, ഇവൻ പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളാണ്. ഇജ്ജ് പാകിസ്ഥാനിലേക്ക് പോടാ, എനിക്കൊക്കെ വീതം വെച്ച് തന്നില്ലേ? മോൻ്റെ വാപ്പാൻ്റെ വീതം വെച്ച് തന്നത് അല്ലേ? ആ പറഞ്ഞോൻ്റെ ഒക്കെ വാപ്പാൻ്റെ അച്ഛൻ്റെ വീതം വെച്ച് കിടന്ന്. ഓൻ്റെ അമ്മക്ക് ശ്രീധരൻ കിട്ടിയതാണ്, ഓൻ്റെ പെങ്ങൾക്ക് ശ്രീധരൻ കിട്ടിയതാണ്, ഓൻ്റെ തള്ളൻ്റെ തള്ളക്കും ശ്രീധരൻ കിട്ടിയതാണല്ലോ ഇന്ത്യ രാജ്യം. അതിനാണല്ലോ ആ നാടുകൾ വീതം വെച്ചിട്ട് കൊടുത്ത് പാകിസ്ഥാന്. ഒന്ന് UP പോയിക്കൂടെ? സംഖ്യ നാടുകളെ, ഇത്തരം കമൻ്റ് ഇടുന്ന നാടുകളെ, നിങ്ങൾക്ക് ഇത്തരം കമൻ്റ് ഇടുന്ന സംഖ്യ നാടുകളെ നിങ്ങൾക്കൊക്കെ ഒന്ന് UP പോയിക്കൂടെ? പച്ചേര് ചോദിക്കല്ല, ഒരു നിവൃത്തിയില്ല. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയം അറിയില്ലെങ്കിൽ ഉണ്ടാക്കുക. നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയക്കാരനാണ്. എങ്ങനെമാരെ നരേന്ദ്രമോദി ഇന്ത്യയിൽ നല്ല 1ാം നമ്പർ തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും പഠിച്ച രാഷ്ട്രീയക്കാരനാണ്. ജനാധിപത്യത്തിലൂടെ അല്ലാതെ രാജ്യത്ത് അധികാരം എങ്ങനെ നിലനിർത്താമെന്ന് പഠിച്ച രാഷ്ട്രീയക്കാരനാണ് നരേന്ദ്രമോദി അറിയത്. ആ നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി എല്ലാ ചണ്ടിപ്പണ്ടാരങ്ങൾക്കും വിമർശനം നേരിടേണ്ടി വരും രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഒരു ദൈവമാണെങ്കിൽ നിങ്ങളെ പേര് കൊണ്ടിയായിട്ട് റൂമിനുള്ളിൽ അടച്ചുപൂട്ടി പൂജിച്ചോളി സംഖ്യകളെ. ഞങ്ങൾക്കതിന് പറ്റൂല. ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അതിന് അള്ളാഹി പേത്ത് കിട്ടുക. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഹിന്ദു ദൈവങ്ങളെ പറ്റി പറയണം, അതാണ് നിങ്ങൾ ഉദ്ദേശം. ഞങ്ങൾ പറയില്ല, കാരണം ഹൈന്ദവ സഹോദരങ്ങളെ വേദനിപ്പിക്കൂല. നിങ്ങൾക്ക് ദൈവമല്ല, നിങ്ങൾക്കെത്ത് ദൈവം? നിങ്ങൾക്കെന്ത് വെളിവും വെള്ളിയാഴ്ച? നിങ്ങളെന്തിനാ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണത്? പണം കിട്ടാൻ. പണം എന്തിനാ കൊള്ളടിക്കാൻ? കൊള്ളടിക്കണേ? MLA മാർ MP മാർ വരയ്ക്കാങ്കാർ. എന്നിട്ടോ രാജ്യം ഹിന്ദുരാജ്യം ആക്കണം. എന്നിട്ടോ നിങ്ങൾക്ക് പുട്ടടിച്ച് കാട്ടണം. ഹിന്ദുക്കൾക്ക് വല്ല കാര്യം കിട്ടുമോ? 100 കോടി അടുത്ത് ഹിന്ദുക്കളുണ്ട് ഇന്ത്യ രാജ്യത്ത്. എന്തെങ്കിലും ഒരു നേട്ടം 12 കൊല്ലത്തിൻ്റെ അടിയിൽ ആ ഹിന്ദുക്കൾക്ക് കിട്ടിയോ? 400 റുപ്യ കൊടുത്തിട്ട് ഗ്യാസിന് ഇപ്പോൾ 1000, 1200 വാങ്ങുന്നുണ്ട്. 55-60 റുപ്യ കൊടുത്തിട്ട് പെട്രോളിന് ഇപ്പോൾ 100, 150 വാങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഉപകാരം ആ ഹിന്ദു സഹോദരന്മാർക്ക് ഹിന്ദുക്കൾക്ക് കിട്ടിയോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഹിന്ദു ദൈവങ്ങളെ പറഞ്ഞു കിട്ടോ? ഞങ്ങൾ പറയില്ല. ഞങ്ങളോട് നിങ്ങൾ പറയിപ്പിക്കാൻ നോക്കണ്ട. അപ്പം നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ലെങ്കിൽ മുണ്ടാൻ തുടങ്ങിയ വരെ രാഷ്ട്രീയം പറയാൻ പേരി. നമുക്ക് രാഷ്ട്രീയം പറയാം. അതിന് നിങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം, ഗഗത്ത് രാഷ്ട്രീയം. നിങ്ങൾ ആകെ പഠിച്ചെത്താ ജയ് ശ്രീറാം. അത് കൊല്ലുമ്പോഴും പൊളിച്ചും, തല്ലുമ്പോഴും പൊളിച്ചും, തകർക്കുമ്പോഴും പൊളിച്ചും, പൊളിക്കുമ്പോഴും പൊളിച്ചും, ആ കരയുമ്പോഴും പൊളിച്ചും. ജയ് ശ്രീറാം. എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞാൽ അപ്പം നമ്മളെ തോമസ് വാസ്റ്റേ ഏതൊരു കൈവെട്ട് കേസ് ഉണ്ടല്ലോ, അതടുത്തില്ല. ആ കൈവെട്ടിന് ശേഷം എത്രയോ പള്ളിക്ക കയറിയാണ്ട് പള്ളിയിലെ മൊല്ലാക്കന്മാരെ വെട്ടിക്കൊന്ന് പിച്ച് ചീന്തി പോയ 100 കണക്കിന് സംഭവങ്ങളുണ്ട്. പള്ളികളിലും മദ്രസകളിലും കയറിയിട്ട് മൂല്യന്മാരെ വെട്ടിക്കൊന്ന് അറുത്തിട്ട് പോയത്. ആ സംഭവത്തിന് ശേഷം പിന്നെ BJPന്റെ മുദ്രാവാക്യമുണ്ട്, 5 നേരം നിസ്കരിക്കാൻ തലയിൽ തൊപ്പി കാണൂല, തൊപ്പി വെക്കണ തല കാണൂല. BJPന്റെ മുദ്രാവാക്യ. അതിന് അവിലും മധുരം പറയും. ആ അവിലും മധുരം പറയണോ? ഇവിടെ BJP RSS വെച്ച മുദ്രാവാക്യം എന്താണെന്നുള്ളത് ഒരു ചിന്തിക്കണില്ല. മനസ്സിലല്ലേ? എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ പറയണ. ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നു കൊടുക്കുക, അതിന് പ്രശ്നമല്ല. അപ്പോൾ പ്രശ്നം എന്താ? തോമസ് വാസ്റ്റ കൈയെട്ടിയതാ പ്രശ്നം. അപ്പം ഈ ജാതി വൃത്തികെട്ട രാഷ്ട്രീയം നിർത്തുക. അപ്പോൾ അവിടെ സ്കൂൾ കുട്ടികളെ കുറിച്ച് പറയാൻ പാടും. അപ്പോൾ സ്കൂള് കുട്ടികൾ പഠിക്കരുതെന്നാണ് BJPന്റെ ആഗ്രഹം, RSSന്റെ സംഘപരിവാറിൻ്റെ ആഗ്രഹം. കുട്ടികൾ പഠിക്കരുത്, പരീക്ഷ എഴുതരുത്, പാസ്സാകരുത്, ഒന്നും ഉണ്ടാകരുത്. കാരണം വരെ പെരി നിർത്താനാണല്ലോ കുട്ടിക്ക് ജോലി കൊടുക്കുന്നത്. മോദിൻ്റെയും പിന്നെ ഭാഗവതിൻ്റെയും യോഗിൻ്റെ ഒക്കെ പെരി നിർത്തുകാട്ടാണല്ലോ കുട്ടിക്ക് ജോലി കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ കുട്ടികളൊന്നും പഠിക്കരുത്. ജയശ്രീറാമും വിളിച്ച് അക്രമം നടത്തി നടക്കാൻ കുട്ടികളെ കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്കൂളൊന്നും ഉണ്ടാകരുത്. അപ്പോൾ ഇയാളെ ഭരണത്തിൽ നിങ്ങൾ സ്കൂളൊന്നും പ്രതീക്ഷിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ അത് നിങ്ങൾ പ്രതീക്ഷിക്കട്ട. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, വസ്ത്രം, ഭക്ഷണം, ഇതൊന്നും നിങ്ങൾ ഇയാളെ ഭരണത്തിൽ പ്രതീക്ഷിക്കട്ട. അയാൾ അതിന് വന്നതല്ലാണ്. ഓരോ ഉദ്ദേശം തല്ലാണ്. അത് തിരിച്ചറിയേണ്ടത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾക്ക് തിരിച്ചറിയപ്പെടുന്നുണ്ട് കേട്ടോ. വേറെ കാര്യം, ഹിന്ദുക്കൾക്ക് തിരിച്ചറിവില്ലെങ്കിൽ ഇപ്പം മോദിയോടെ നിൽക്കുക. ഹിന്ദുക്കൾ തിരിച്ചറിയുന്നുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വന്ന് അവിടെ BJP പൊട്ടിയിരുന്നാ കേൾക്കണേ.
BJP അധ്യക്ഷൻ പൊട്ടിയിടുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഹിന്ദുക്കൾക്ക് തിരിച്ചറിവുണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവർക്ക് തിരിച്ചറിവുണ്ട്, അവർ നല്ലവരുമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മളെ നബിൻ്റെയും അള്ളാഹിൻ്റെ ഒക്കെ ബേത്ത് എടുത്തിട്ടും നമ്മൾ ഓരോ ദൈവത്തിൻ്റെ ബേത്ത് എടുക്കാത്തതുകൊണ്ടാ. ദൈവം ഹിന്ദുക്കളുടെ സംഖ്യകളുടെ ദൈവം ഹിന്ദുക്കളുടെ RSSൻ്റെ അല്ല, ദൈവം ഹിന്ദുക്കളുടെ VHPൻ്റെ അല്ല. അതുകൊണ്ട് നമ്മളതിന് ബേത്ത് കിടക്കില്ല, നമ്മളെ പറയില്ല, നമ്മളെ കാര്യത്തിൽ കിടക്കില്ല. അപ്പോൾ സംഖ്യകളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എന്തറിയാം, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ 3 നേരം നല്ല ഭക്ഷണം ഒരാഴ്ച കഴിച്ചാൽ മതി. ചാണക ഗോമൂത്രമാണ് ഒഴിവാക്കുക. നല്ല ഭക്ഷണം കഴിച്ചു നോക്കിയാൽ ബുദ്ധി വളരും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. ചിന്തിക്കുമ്പോൾ കല്ലുമണി ഫിംഗർ പ്രിൻറ്റ് എങ്ങനെ പതിയാക്കുക, എന്നിട്ട് അത് എങ്ങനെ ആധാരമായിട്ട് ബന്ധിപ്പിക്കുക, അതൊക്കെ ചിന്തിച്ചാൽ കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും മതി. മനസ്സിലായില്ലേ? അപ്പം ഈ ജാതി കമൻറ്റുകൾ ദയവ് ചെയ്ത് ഇവിടെ ആരാ ദൈവത്തിനൊക്കെ പറയുന്നത്? ആരും പറയുന്നില്ലല്ലോ. നരേന്ദ്രമോദിയും BJP RSS സംഘപരിവാറും ദൈവ. അപ്പം നിങ്ങൾ ഈ ജാതി വർത്തമാനങ്ങൾ നിർത്തിവെക്കുക. അത് വെറുതെ വർഗീയ കലാപത്തിനിടയാക്കും. മനസ്സിലായില്ലേ? ഞാൻ ഉണ്ടാക്കും. പക്ഷെ ദാരിദ്ര്യം ഇത് കാണുന്ന വേറൊരു മുസൽമാൻ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ അക്രമത്തിക്കാണ് പോവുക. അപ്പോൾ ആ തിരിച്ചറിവുണ്ടാകും. പിന്നെ വേറൊന്നുണ്ട്, നിങ്ങൾക്ക് 100 ആളുണ്ടെങ്കിലേ ഒരാളെ നേരിടാൻ കഴിയുള്ളൂ. ഞങ്ങൾക്ക് 100 ആളെ ഒരാൾക്ക് നേരിടാൻ കഴിയും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഖ്യകൾ